പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. ഇതാദ്യമായാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത്. വിനീഷ് ചേരുന്ന വാർത്തയുടെ വിവരങ്ങളുമായി. വിനീഷ്, അപ്പോൾ പ്രതിപക്ഷ നേതൃനിരയിൽ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെയാണ് ഇനി ഉണ്ടാവുക, അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് ചേർന്ന CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിലാണ്, സംസ്ഥാന കമ്മിറ്റിയിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ പോലും ക്യാപ്റ്റനായി പിണറായി തന്നെ തുടരട്ടെ എന്ന നിലപാടാണ് CPI സംസ്ഥാന സമിതി യോഗത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പാർട്ടിയിലെ പരാജയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും, പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിക്ക് ഏൽക്കേണ്ടി വന്ന പരാജയം സംബന്ധിച്ചുള്ള ചർച്ചകളും പ്രധാനമായി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി എന്നതാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പ്രളയകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അത് പലപ്പോഴും വലിയ രീതിയിൽ സർക്കാരിന് തിരിച്ചടിയായി എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്ത ഭക്ഷ്യധാന്യങ്ങൾ അടക്കമുള്ളത് ചില കേന്ദ്രങ്ങളിൽ CPM നേതാക്കൾ എടുത്തുകൊണ്ടു പോകുന്ന സാഹചര്യമുണ്ടായി. CPM പ്രവർത്തകർ എടുത്തുകൊണ്ടു പോകുന്ന സാഹചര്യം അത് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വലിയ പ്രചരണം ലഭിച്ചു. ഇതൊക്കെ പൂർണ്ണമായും പരിശോധിക്കുമ്പോൾ നിരവധി തലത്തിൽ സർക്കാരിന് തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ മാറി. ഒപ്പം തന്നെ ശബരിമല വിഷയം ഇത്തവണ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയായില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ പ്രളയം ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ സർക്കാരിന് തിരിച്ചടിയായതിൻ്റെ ഒരു പ്രധാന ഘട്ടമായി വിലയിരുത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി തന്നെ ഭരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന കമ്മിറ്റി എത്താൻ പ്രധാനപ്പെട്ട കാരണം, ഒരുപക്ഷെ നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരാളെ കൊണ്ടുവന്നാൽ അത് പിണറായിക്ക് അല്ലെങ്കിൽ പിണറായിയുടെ ഇപ്പോഴത്തെ വ്യക്തിപ്രഭാവത്തിന് വലിയ രീതിയിൽ ദോഷം ചെയ്യും. അതിനെ മറികടക്കാൻ വേണ്ടി പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് പിണറായിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ബ്രാഞ്ച് തലത്തിൽ നിന്ന് പരിശോധനകൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് പാർട്ടിയുടെ പരാജയം സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് പരിശോധനകൾ നടത്തി റിപ്പോർട്ടുകളാക്കി ഇപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് എത്തിയത്. അതും പരിശോധിച്ചു. പക്ഷേ നേതാക്കളുടെ ധാർഷ്ട്യവും ഒപ്പം തന്നെ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കുറേ വീഴ്ചകളും തന്നെയാണ് ഈ ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നത്. പക്ഷേ ആ റിപ്പോർട്ടുകളിൽ ചിലത് മാത്രമാണ് ഈ സംസ്ഥാന സമിതി യോഗത്തിൽ അത് ചർച്ചയിലേക്ക് വന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അണികൾക്കിടയിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ, പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ വോട്ടിൻ്റെ ചോർച്ച ഉണ്ടായതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരം പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് ശബരിമല വിഷയം പരാമർശിക്കാതെ തന്നെ, അത്തരം വിഷയങ്ങൾ കൂടി ചർച്ചയെടുക്കാതെ തന്നെ CPM സംസ്ഥാന സമിതി പിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കുന്നു, അത് തീരുമാനത്തിലേക്ക് എത്തുന്നു, അതിനുശേഷം പിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ മറ്റൊരു കാര്യം, ഇനി CPMന് തലവേദനയായി എത്തുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, CPI നേരത്തെ തന്നെ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം എന്ന തരത്തിലുള്ള ഒരു നിലപാട് പരസ്യമായി തന്നെ CPI പ്രഖ്യാപിക്കുന്ന ഘട്ടമുണ്ടായി. അത് വരും ദിവസങ്ങളിൽ LDF യോഗത്തിൽ ചർച്ച ചെയ്യും ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് CPMന്റെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി. അത് വലിയ തോതിൽ CPIക്കെതിരെ വിമർശനം ഉയർത്തുന്ന തരത്തിൽ CPI നേതാക്കൾ കുറച്ചുകൂടി സമീപനം പാലിക്കണമെന്ന തരത്തിലുള്ള ഒരു വിമർശനവും ഇന്നത്തെ CPMന്റെ യോഗത്തിൽ ഉണ്ടായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ. ശരി വിനീഷ്, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. ഇതാദ്യമായാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.